ADHDയും കണ്ടക്ട് ഡിസോർഡറും കോമോർബിഡിറ്റി എന്നാണ് സൈക്കോളജി പറയാറ്. കോമോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ സഹരോഗാവസ്ഥ എന്ന്. ADHD ഉള്ളവർക്ക് ഇന്നറ്റൻഷൻ, പുവർ കോൺസെൻട്രേഷൻ, എന്തെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവർ കയ്യിരിക്കുന്ന സാധനങ്ങൾ മറന്നു പോവുക, തിരിച്ചു വരുമ്പോൾ എടുക്കാതിരിക്കുക, ഹോംവർക്കൊക്കെ ചെയ്യാൻ കുട്ടികൾ മറന്നു പോവുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളോടാണ് ADHD എന്ന് പറയുന്നത്. അതേസമയം കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വയലൻസ്, അഗ്രഷൻ ഭയങ്കര കൂടുതലായിരിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കുക, മറ്റുള്ളവരെ മൃഗീയമായി ഉപദ്രവിക്കുക, അത് ഇൻക്ലൂഡ് അനിമൽസും ഉണ്ട്. ADHD എങ്ങനെയാണ് വരുന്നത്? ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് വഴിയാണ്, അതായത് ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങളിലൂടെയാണ് ADHD വരാറുള്ളത്. അതേസമയം കണ്ടക്ട് ഡിസോർഡർ എപ്പോഴും അങ്ങനെയല്ല. ജനറ്റിക് ഫാക്ടർ ഉണ്ടാകും, സോഷ്യൽ ഫാക്ടർ ഉണ്ടാകും, എൻവറോൺമെൻറ്റൽ ഫാക്ടർ ഉണ്ടാകും. പക്ഷേ പ്രധാനമായിട്ടും സോഷ്യൽ ഫാക്ടറാണ്. അതായത് ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാർ, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. എൻ്റെ കൂട്ടുകാരൻ പുകവലിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ബൈക്ക് ഓട്ടിക്കുന്നു, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബൈക്ക് ഓട്ടിക്കുന്നു, അത് കാണുമ്പോൾ അവനും തോന്നും ബൈക്ക് ഓട്ടിക്കാൻ. അപ്പം അവരെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുവാണെങ്കിൽ ഈ കുട്ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂടും. നമ്മുടെ കുട്ടികളിൽ അറൗണ്ട് 45% ആൾക്കാർക്കും ADHD ഉണ്ടെന്നാണ് പറയാറ്. ഈ കുട്ടികൾ കണ്ടക്ട് ഡിസോർഡറിലേക്ക് പോകാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ADHD ഉള്ള കുട്ടികളെ കണ്ടെത്തി അതിനെ ഡയഗ്നോസ് ചെയ്യുകയും അതിന് ട്രീറ്റ്മെൻറ്റ് നൽകിയതും നല്ലതായിരിക്കും.